1750 ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ ലെക്കാൻഷ്യൻ ഡെമീഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പള്ളിയിൽ ബേസിൽ സഭാംഗമായ ഒരു വൈദികന് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു സത്യമായും എഴുന്നള്ളി വരുന്നുണ്ടോ എന്ന സംശയമുണ്ടായി. ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്നുള്ള കൂദാശവചനങ്ങൾ ഉരുവിട്ടപ്പോൾ അപ്പം ക്രിസ്തുവിന്റെ യഥാർത്ഥ മാംസമായും വീഞ്ഞ് ക്രിസ്തുവിന്റെ യഥാർത്ഥ തിരുരക്തമായും രൂപാന്തരപ്പെട്ടു. ഈ പൂജ്യ ശരീരവും രക്തവും ഇന്നേ വരെ ആദ്യ ദിവസം ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നതാണ് അത്ഭുതങ്ങളിലെല്ലാം വലിയ അത്ഭുതം. തുടർന്ന് 1970 ഡോക്ടർ എഡ്വാർഡ് വിനോലി വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം തന്റെ പരിശോധനാ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. മാംസമായി മാറിയ തിരുവോസ്തി മനുഷ്യഹൃദയത്തിലെ കോശങ്ങളാണെന്നും രക്തമായി മാറിയ വീഞ്ഞ് AB രക്തഗ്രൂപ്പിൽ പെട്ടതാണെന്നും തറപ്പിച്ചു പറഞ്ഞു. ഈശോയെ അടക്കുമ്പോൾ പുതപ്പിച്ചിരുന്ന ടൂറിനിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുക്കച്ചയിലെ തിരുരക്തക്കറയുടെ ഗ്രൂപ്പും AB തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്കിലെയും ജനീവയിലെയും മെഡിക്കൽ ഓഫീസർമാരുടെ കമ്മിറ്റി 1976 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ ഡോക്ടർ വിനോലിയുടെ റിപ്പോർട്ടിനെ ശരിവെക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പറയുകയും ചെയ്തു.